നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് വീഡിയോ? ഇതാരാണിത്? ഗാന്ധിജി പറ. മുപ്പര് സങ്കടത്തിലാണ്, സ്കൂളിൽ പോകുന്ന സങ്കടത്തിലാണ്. അപ്പം ഇന്ന് എന്താണ് വീഡിയോ? ഇന്നെന്താണ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം നമ്മുടെ ബബ്ലൂസെറ്റിന് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഗാന്ധിജി ആക്കാൻ പോവുകയാണ് കേട്ടോ. അയ്യോ, ഗാന്ധിജീൻ്റെ സാധനങ്ങൾ നമ്മൾ കുറേ സ്ഥലത്ത് നോക്കി. അങ്ങനെ അവസാനം നമുക്ക് കാലിക്കറ്റുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. വടിയും കണ്ണടയും തലയിലിടുന്ന സാധനമൊക്കെ നമ്മൾ ഒപ്പിച്ച്, പക്ഷെ ആ ധോത്തി കിട്ടാൻ ഭയങ്കര പടമായിരുന്നു. അപ്പം നമ്മൾ അവസാനം ഇന്നലെ രാത്രി പോയിട്ട് കാലിക്കറ്റിലൊരു ഷോപ്പിൽ പോയിട്ട് അയ്യോ ഷോപ്പ് അടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം പോയിച്ച് വാങ്ങിയതാണ്. അപ്പം അതാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് റെഡിയായി. ശങ്കടൻ ഉണ്ട്, കാരണം സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്തിനാ നമ്മൾ കരയുന്നുണ്ട്? അച്ഛപ്പം വേഗം കൂട്ടാൻ വരൂല്ലേ? അച്ഛാമേ ഗാന്ധിജി അപ്പോ നമുക്ക് കുപ്പായ ഇട്ടിട്ട് പോവാ. ഓക്കെ, ചങ്കട വരണ്ട. അച്ഛമ്മ വേഗം കൂട്ടാൻ വരൂട്ടോ കുഞ്ഞീനെ. അവന്റെ മോൻ എന്തിനു ചങ്കടോ പോവാ. നല്ല ഇഷ്ടല്ലോ കുച്ചീനെ കാണാനീ. അമ്പരിക്കണ്ണ നല്ല ഇഷ്ടല്ലോ ഒരു ചിച്ചാലി. ഒന്ന് ചിറ്റുവരെ നോക്ക്. അല്ല ശില്ലുറ്റീനെ കാണാന്. അച്ഛാമേ എങ്ങനെയുണ്ട്? ഇതാണ് ജൂനിയർ ഗാന്ധിജി. എന്തിനാ സങ്കടപ്പെടുന്നത്? ചൊല്ലു പോണേന് സങ്കടപ്പെടണ്ടാട്ടാ. ആ ഇത് എന്താ അറിയോ? ഫ്ലാഗ് പറ. ആ നീ കുപ്പായ ഇടണ്ടേ? നമുക്ക് കുപ്പായ ഇട്ടിട്ട് അവിടെ പോയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാട്ടാ. ഓച്ചേ ആ നമുക്ക് അങ്ങോട്ട് പോവാ. സ്കൂളിൽ പോയിട്ട് വെക്കാം. സ്കൂളിൽ നിന്ന് വെക്കും അവിടെ വരെ ഇനി കുപ്പായ ഇടാം. സ്കൂളിൽ കൊറേ ആൾക്കാരുണ്ടാവല്ലേ? സുഭാഷ് ചന്ദ്രബോസും രാവിലെ മുതൽ സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ അറിയില്ല. ആ ഒരൊറ്റ ആളെ അറിയുള്ളൂ. ഓക്കെ പോവാ. സങ്കടപ്പെടണ്ട. ഒന്ന് ചിച്ചാലി എങ്ങനെ ചിരിക്ക? അച്ചടാ വാവേ, സങ്കടപ്പെടണ്ടോ. വടിയെടുത്തോ? കിട്ടി. വടി നമ്മള് കോഴിക്കോട് വരെ പോയിട്ട് ഒപ്പിച്ചു. കൊടി കിട്ടിയോ? കൊടി ഉള്ളിൽ വെച്ചു. ആ ചെരുപ്പ് എടുക്കാട്ടോ. അത് സ്കൂളിൽ പോകുമ്പോ എന്നെ ഇട്ടിട്ട് ശങ്കര പെണ്ണി. ഇന്ന് വേഗം കഴിയും സ്കൂള്. ആ അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? Okay, come on. അമ്മ വരുന്നുണ്ടടാ. അമ്മണ്ടി കരയണ്ട. നന്ന മുന്നിലേക്ക് നടന്നോ. അങ്ങനെ ഇതാ നമ്മളൊരു കുട്ടി റാലിയൊക്കെ നടത്തിയിട്ട് നമ്മളധികം വണ്ടികളൊന്നും ഇല്ലാത്ത വഴിയിലൂടെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കുട്ടി പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. ഇത് നോക്ക്, അമ്മ പോണില്ല കേട്ടോ. കരയണ്ടേ കേട്ടോ മോയ്, അമ്മ പോണില്ല. ഇതെല്ലാം പ്രീ കെ ജിയിലെ കുട്ടികളാണ് കേട്ടോ. ബബ്ലൂസ് ഇപ്പോൾ പ്രീ കെ ജിയിലുള്ളത്, അതായത് എൽ കെ ജിൻ്റെ മുന്നേ ഉള്ളതാണ് കേട്ടോ. നമ്മൾ അംഗനവാടിയൊക്കെ കൊണ്ടാക്കില്ലേ, അതുപോലെ തന്നെ പ്രീ കെ ജിയിലുള്ള കുട്ടികളാണ് ഇതൊക്കെ. കാരണം കുറച്ച് പേര് ചോദിച്ചിരുന്നു ബബ്ലു എത്രയിലാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് എല്ലാവർക്കും നമ്മുടെ ഇവിടുത്തെ കുട്ടീസ് തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു വർക്ക് കണ്ടോ, അത് അരിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലാഗിനൊക്കെ കളറും കൊടുത്ത് അങ്ങനെയാണ് ഇവർ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാ നമ്മുടെ ബബ്ലൂസിട്ട ചെയ്തിട്ടുള്ളത്. ബബ്ലൂസിട്ടൻ കളർ ചെയ്തതാണ്.
അവൻ കളർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ, കുഞ്ഞാണ്. അപ്പം അതൊക്കെ റെഡി ആക്കണം ഇനി. ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നു അരിയിലാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ബ്രെഡിലാണെന്നാണ് കേട്ടോ. പിന്നെ റാണി മാം പറഞ്ഞപ്പോഴാണ് അടുത്ത് പോയി നോക്കുമ്പോൾ അരിയാണെന്ന് മനസ്സിലായത്. പ്രീ കെ ജിനെ അവിടെ നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. Good morning, everyone. My name is Vidika Devi. Today I am going to teach about our national bird. Thank you. Good morning. My name is Rishi. Thank you. Good morning. My name is Meenakshi Krishna. I am 5 years old. Today I am going to teach about our national flower. My name is Dhoni. I am 5 years old. Thank you. Hello everyone. Good morning. In my market, Today I am going to teach about rain. പ്രോഗ്രാമിനിടയിലാണെങ്കിൽ ബബ്ലു ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആൾ നല്ല ഉഷാറായിട്ട് ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കണതാണ്. പക്ഷേ ഇപ്പം ഞങ്ങളെ കണ്ടതുകൊണ്ട്, ഞങ്ങളെ സൈഡ് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോവോ എന്ന് പേടിച്ച് ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറി നിന്നാൽ പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ശരിക്കും ഒരു 3 days ടീച്ചേഴ്സിന് കിട്ടിയിട്ടുള്ളൂ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികളെല്ലാവരും നന്നായി കളിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് നല്ല രീതിക്ക് തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നുള്ളൊരു സോങ് ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ സോങ് ഇടാത്തത്. ഇവനിങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ ബബ്ലൂസ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കളിക്കല്ലോ എന്നുള്ളത്. പിന്നെ ഒരു രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു നമ്മുടെ ടീച്ചേഴ്സൊക്കെ കുട്ടികൾക്ക് ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് എല്ലാവരും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ ബബ്ലൂസിൻ്റെ ക്ലാസ് ടീച്ചർ. ബബ്ലൂസിൻ്റെ ഫേവറേറ്റ് മിസ്സാണ്. ആദ്യമൊക്കെ മാമ്പി എന്നായിരുന്നു വിളിക്കുക, പിന്നെ മിസ് എന്നായി, ഇപ്പം ഐശ്വര്യ മിസ് എന്നൊക്കെ വിളിക്കുന്നതൊക്കെ ഇടയ്ക്ക്. പിന്നെ നമ്മുടെ സുന്ദരന്മാരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരി കുട്ടികളുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രീതിക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റാണി മാമും ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യവും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബബ്ലൂസിൻ്റെ മാമ് ബബ്ലൂസിനെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ആള് ഞങ്ങളുള്ളതുകൊണ്ട് ഇന്ന് ഫുള്ള് കരച്ചിൽ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരച്ചിൽ, ഒരു ഏങ്ങൽ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി ഞങ്ങളവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത്. ഇതാണോ ബബ്ബുന്റെ സ്കൂള്? ഇതാണോ ബബ്ബുന്റെ ക്ലാസ്? എന്തിനാ കരയുന്നത്? അപ്പാപ്പ ടേസ്റ്റ് ഉണ്ടോ? അപ്പാപ്പ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പാപ്പ? പാപ്പ എങ്ങനെ തിന്ന? ആമാം. എവിടെ പാപ്പ കാണിച്ചു കൊടുക്ക്. അതെ, കൊടി എവിടെ കയ്യിൽ? ബബ്ബുന്റെ കൊടി എവിടെ? കാണിച്ചു കൊടുക്ക്. അതെ, കൊടിയാണ്. അങ്ങനെ നമ്മളിതാ
എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് വീട്ടിലെത്തി ബബ്ലൂസ് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇന്ന് ഫുള്ള് കരച്ചിലായതുകൊണ്ട് പിന്നെ അധികം അവിടെ നിർത്തി കരയിപ്പിക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മളിങ്ങ് കൂട്ടി. റാണിമാൻ പറഞ്ഞു നമ്മളോട് കൂട്ടിക്കോളാൻ പറഞ്ഞു. ആൾ കരയാണെങ്കിൽ സാരില്ല കൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം തന്നെ കൂട്ടി. 12 o'clock വരെ ഇന്ന് ക്ലാസ്. നമ്മളൊരു 10 കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് പ്രോഗ്രാംസൊക്കെ ഒരുവിധമായി കഴിഞ്ഞ് സ്നാക്സ് ബ്രേക്കിനായ സമയത്തേക്ക് പിന്നെ അവനെ കൂട്ടി ഇങ്ങ് പോകുന്നു. സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. ആ സമയത്ത് നമ്മൾ സ്കൂളിൽ പോയതും കൊടി വാങ്ങുന്നതും, അതായത് കൊടി തലേദിവസമൊക്കെ തന്നെ വാങ്ങി വെക്കും. പിന്നെ ചെറിയ ബാഡ്ജ് ഉണ്ടാവില്ല ഇവിടെ ഒട്ടിക്കുന്ന കൊടീൻ്റെ ബാഡ്ജ്, അത് വാങ്ങുന്ന അത് ഭയങ്കര കാര്യമായിരുന്നു അന്ന്. അതുള്ളൊരു ഭയങ്കര ഒരു ഗമയായിരുന്നു. അങ്ങനെ പിന്നെ നല്ല നല്ല മെമ്മറീസ് ഉണ്ട് നമ്മൾ. പിന്നെ കൊടി ഉയർത്തുന്നത് അങ്ങനെ പറക്കുന്നത്, കാറ്റിൽ പറക്കുന്നത്. എല്ലാ പ്രാവശ്യം നമ്മൾ നോക്കും, കാറ്റിൽ പറക്കൂലേ, അങ്ങനെ നോക്കും. അങ്ങനെ ഒരുപാട് രസകരമായ കുറേ മെമ്മറീസൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തേക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക മെമ്മറീസൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. എല്ലാം നമ്മുടെ വയനാടിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ അറിയാലോ. നിങ്ങളാൽ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാം വേണം. നിങ്ങൾ ചെയ്യുന്നവരെ എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.